Namaste and good evening, everyone. So we'll get started with our sixth module on the Vedanta studies. Today, we will take a look at before that, let us just summarize what we have seen so far. So, Anandam namukku എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് definition of happiness is defined. Means സച്ചിദാനന്ദമാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളൊക്കെ ആനന്ദ സ്വരൂപന്മാരായിട്ടുള്ള നമുക്ക് എന്താണ് സന്തോഷം എന്ന് തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വേദാന്തം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. I mean, because every one of us is striving to always reach a state of happiness. അപ്പൊ ആ സന്തോഷമാണല്ലോ നമുക്കെല്ലാം, നമ്മളെല്ലാം എന്തും ചെയ്യുന്നത് നമുക്കൊരു സന്തോഷം, സംതൃപ്തി അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ശരിയായിട്ട് നമ്മൾ ആനന്ദ സ്വരൂപന്മാരാണ്, പക്ഷെ നമ്മളത് മറന്നിരിക്കുന്നു. അത് എന്തുകൊണ്ട് മറന്നിരിക്കുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇത് മനസ്സിലാക്കി തരുന്നത് വേദാന്തം. അപ്പൊ അവിടുന്ന് ആനന്ദത്തിന്റെ ഡെഫിനിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഡെഫിനിഷൻ. Selfish desires and selfish desires which are entertained in our mind. The desires fulfilled by desires entertained. That gives a ratio which is the measure of happiness. പിന്നെ ജീവിതത്തില് what is the path of pleasure and what is the path of good. ശ്രേയസ് ആൻഡ് പ്രേയസിനെ പറ്റിയിട്ട് പറഞ്ഞു. Experiences of life is the unit of life. അപ്പോൾ അങ്ങനെ ആ എക്സ്പീരിയൻസസ്, who is experiencing that എന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. എക്സ്പീരിയൻസർ ആയിട്ട്, ആത്മാവ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അത് ബുദ്ധിയും മനസ്സിനെയും ശരീരത്തിനെയും ഉത്തേജിപ്പിക്കുമ്പോഴാണ് അത് എക്സ്പീരിയൻസറായി മാറുന്നത്, ആത്മാവ് എക്സ്പീരിയൻസറായി മാറുന്നത്. അല്ലെങ്കിൽ ആത്മതത്വം, ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് ഓൾ എക്സ്പീരിയൻസസ്. പിന്നെ നമ്മളുടെ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ പേഴ്സണാലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടും മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം, ഡിസിപ്ലിൻസ് ഓഫ് നമ്മളുടെ ഡിസിപ്ലിൻസ് ഓഫ് ലൈഫ് ആൻഡ് സെൽഫിഷ്നെസ് നമ്മളെ ഈശ്വരത്വത്തിൽ നിന്ന് ദൂരേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ then it was more of a kind of descriptions of the anatomy of the human being in terms of പഞ്ചേന്ദ്രിയാസ്, പഞ്ചപ്രാണാസ് ആൻഡ് കർമ്മേന്ദ്രിയാസ്. പഞ്ചകോശങ്ങളെ എങ്ങനെ 3 ശരീരങ്ങളായിട്ട് കാണാൻ പറ്റും, ഗ്രോസ്, സട്ടിൽ ആൻഡ് കോസൽ ബോഡീസ്. ദാറ്റ് ഈസ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളായിട്ട് നമുക്ക് എങ്ങനെ കാണാമെന്നും അതിനെല്ലാം ശക്തി നൽകുന്നതായിട്ടുള്ള ആത്മീയ ശക്തി, അതാണ് സെൽഫിന്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മാണ്ഡൂക്യോപനിഷത്തിന്റെ ഉള്ളിൽ നോക്കിയിട്ട് നമ്മൾ ആ പറയുന്ന നമ്മളുടെ ആത്മതത്വം എങ്ങനെയാണ് നമ്മളുടെ ബോധമായിട്ടും വരുന്നതെന്നും ആ ബോധം എങ്ങനെ പുറമേയുള്ള ലോകത്തിനെ സൃഷ്ടിക്കുന്നു, അകത്തുള്ള നമ്മളുടെ സ്വപ്നലോകത്തിനെ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളെ സുഷുപ്തിയിൽ പോലും നമുക്ക് ജീവൻ നൽകി നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു ശക്തിയുണ്ട്. ആ കോൺഷ്യസ്നെസ്സിനെ പറ്റി 3 സ്ട്രീംസ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറ്റി പറഞ്ഞു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ ബേസിസ് ആയിട്ടിരിക്കുന്നതായിട്ട് 4ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ളതാണ് ആത്മാവ്, ആത്മതത്വം എന്ന് പറയുന്നത് എന്നും നമുക്ക് മാണ്ഡൂക്യോപനിഷത്തിൽ കണ്ടതാണ്. അപ്പോ ഈ പറയുന്ന കാരണ ശരീരത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ഈ കാരണ ശരീരമാണ് നമ്മൾക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അറിവില്ലായ്മ ഉണ്ടാക്കി തരുന്നത് എന്നും, ആനന്ദമയ കോശം അതാണ് ഏറ്റവും ആത്മാവിന്റെ അടുത്ത് കിടക്കുന്നതായിട്ടുള്ള ഷീത്ത് അല്ലെങ്കിൽ മറ എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ബുദ്ധിയെ മറയ്ക്കുന്നതെന്നും, ആ ബുദ്ധിയുടെ കഴിവില്ലായ്മ കൊണ്ട് മനസ്സ് ഏത് വിധത്തിൽ ബുദ്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും, അത് മനസ്സ് ബുദ്ധിയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതാണ് സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ രജു സർപ്പവാദം പോലെയുള്ള സിമിലാരിറ്റീസ്, അനാലജീസ് അല്ലെങ്കിൽ ഗോസ്റ്റ് പോസ്റ്റ് തിയറി എന്നൊക്കെ പറയും. വേറെ പോസ്റ്റിനെ കണ്ട് ഗോസ്റ്റ് ആണെന്ന് വിചാരിക്കുക, കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിക്കുക, അതൊക്കെ പറയുന്ന അനാലജീസ് ഉപയോഗിച്ചിട്ടാണ് അതിനെപ്പറ്റി വേദാന്ത പഠനങ്ങളിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ആയിട്ട് നമുക്ക് സയന്റിഫിക്കലി വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ. അപ്പോൾ നമ്മൾ when the senses connect with the mind and provide it with some information which is not probably fully what you call enlightened, അതായത് മുഴുവനായിട്ടുള്ള നമ്മളുടെ സെൻസസിന്റെ മുഴുവനും അത് കാണാൻ സാധിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള അറിവില്ലായ്മ, അപ്പൊ മനസ്സിനും അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ മനസ്സ് ആ തെറ്റിദ്ധാരണകളെ ബുദ്ധിയുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് മായ എന്ന് പറയുന്ന ഇഗ്നറൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ എന്ന് പറയുന്നതും. അതിന്റെ BMI ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട്, ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഡയഗ്രം, ചിന്മയാനന്ദ സ്വാമിജിയുടെ ഡയഗ്രം കണ്ടിരുന്നു. അതിന്റെ എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനും നമ്മൾ ഇപ്പോൾ പുതിയ മോഡേൺ സയൻസും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു.
പിന്നീട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ജക്റ്റീവ് മൈൻഡ് ആൻഡ് ഒബ്ജക്റ്റീവ് മൈൻഡിനെ പറ്റിയിട്ട് സംസാരിച്ചു. ഈ സബ്ജക്റ്റീവ് മൈൻഡും ഒബ്ജക്റ്റീവ് മൈൻഡും വേർതിരിഞ്ഞിരിക്കുന്നത് ഈഗോ കാരണം ആണ്. ഈഗോസെൻട്രിക് ഡിസയേഴ്സ്, നമ്മളുടെ സെൽഫിഷ് ഡിസയേഴ്സ് കാരണമാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, നമ്മൾ സബ്ജക്റ്റീവ് ആയി പോകുന്നത്. ഈഗോ നമ്മളുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾ അവിടെ വന്ന് നമ്മുടെ ശരിയായിട്ടുള്ള ദർശനം നമുക്ക് കിട്ടാണ്ട് പോകും. ബേസിക്കലി ദാറ്റ് ഇമോഷണൽ മൈൻഡ് ആൻഡ് സബ്ജക്റ്റീവ് മൈൻഡ്, സബ്ജക്റ്റീവ് മൈൻഡ് ആൻഡ് ഒബ്ജക്റ്റീവ് മൈൻഡ് തമ്മിലുള്ള ആ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. അപ്പൊ അത് ഈ വാസനകളെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഇംപ്രഷൻസ് ആൻഡ് ഹാബിറ്റ്സ് ഒക്കെ, ചീത്തയായിട്ടുള്ള നെഗറ്റീവ് ടെൻഡൻസീസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റീവ് മൈൻഡ് ശരിയായ വിധത്തിൽ അത് പ്രകാശിക്കാനായിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ ആ വാസനകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ പറയുന്ന പഠനങ്ങളെ കൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. അതിന് നമുക്ക് റിഫ്ലക്ഷൻ, കണ്ടംപ്ലേഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന 3 ശ്രവണ, മനനം, നിധിധ്യാസനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് വേദാന്തം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏത് വിധത്തിലുള്ള ജ്ഞാന സമ്പാദനത്തിനും ശരിയായിട്ട് ഉതകുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിഫ്ലക്ഷൻ, കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ. അല്ലെങ്കിൽ ശ്രവണം, മനനം, നിധിധ്യാനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇക്വാലന്റ് ആയിട്ട് നമുക്ക് പറയാം. അതിലേക്ക് ആ റിഫ്ലക്ഷൻ, കണ്ടംപ്ലേഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്താണെന്ന് അത് ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കാണാം. അത് മാത്രമല്ല, അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ അതിന് ഈ ആത്മതത്വത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന പ്രോസസ്സിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആ ആത്മതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ അധികാരി എന്ന് പറയും, അധികാരിയുടെ എന്തൊക്കെയാണ് ഗുണഗണങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് the student who is seeking the knowledge seeker-ന്റെ ആയിട്ട് ജനറലൈസ് ചെയ്യാം. അത് സാധനാ ചതുഷ്ടയം എന്ന് പറയുന്ന 4 വിധത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വിവേകം, വൈരാഗ്യം, ശമാദി ഷഡ്കസമ്പത്തി ആൻഡ് മുമുക്ഷുത്വം. വിവേകം, that is discriminative capabilities. Vairagyam, that is dispassionate capability, dispassion. Shama Adi, the mind control, intellect control, മനസ്സിൻ്റെതായിട്ടുള്ള 6 characteristics. അതാണ് ശമ ആദി ഷഡ്ക സമ്പത്തി, the 6 wealths of the mind, human mind. And mumukshutvam, the burning desire for freedom, expansion. ഇതൊക്കെയാണ്. അപ്പൊ ഇത് തരാൻ ഇതാണ് നമ്മളുടെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അധികാരി എന്ന് പറയുന്നതായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനെപ്പറ്റി നമുക്ക് ഒന്നും കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു മാനസിക അവസ്ഥ വച്ചുകൊണ്ട് വേണം ഒരു ഗുരുവിനെ സമീപിക്കാൻ. ആ ഗുരുവിനെ സമീപിക്കുമ്പോൾ ആ ഗുരു നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്ത്? വിദ്യ. ആ വിദ്യ. അപ്പൊ ഗുരുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതും കൂടി ഇന്ന് നമുക്ക് കാണാം. പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ വാസനകളെ നമ്മൾ വളരെ ശരിയായ വിധത്തിൽ അതിനെ മാറ്റി നല്ല ഒരു ദിശയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ആത്മാവ് മൈക്രോകോസമായിട്ട് നമ്മളുടെ മൈക്രോകോസം, നമ്മളുടെ ചെറിയ ലോകത്തിനെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആത്മാവ്, ദ മൈക്രോകോസം ദാറ്റ് ദി ആത്മൻ ഇൻലിവൻസ് will start expanding into or be united with the macrocosm, അതായത് whole universe of energies, the ഈശ്വരനുമായിട്ടുള്ള ജീവന്റെ താതാത്മ്യം പ്രാപിക്കുന്നത്, യൂണിയൻ ഓഫ് ദ മൈക്രോകോസം വിത്ത് ദ മാക്രോകോസം. അത് എങ്ങനെയാണ് സംഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ആ പ്രോസസ് എന്ന് പറയാൻ അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും എല്ലാം അതൊക്കെ നമ്മൾ പിന്നെയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ യൂണിയൻ കൊണ്ടുണ്ടാവുന്ന ആ ഒരു ചിത്രം നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നാൽ നമുക്ക് അത് എപ്പോഴും ചിന്തിക്കാൻ, if you can reflect on that, I think a lot of other things can actually, when you go to the temple or when you are doing puja or when you are actually living your life, doing your duties, etc., you will be inspired to elevate your thinking to divine heights. അതാണ് അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് സാധനാ ചതുഷ്ടയം, ആ ഗുരുവിന്റെ ഡെഫിനിഷൻ ഉപനിഷത്ത് വഴി പറഞ്ഞിരിക്കുന്നത് അതേപടി റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു മോഡേൺ വേൾഡിലെ ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതും അതിന്റെ മാപ്പിംഗ് നമുക്ക് കാണാം. We will look at reflection, contemplation and meditation in detail, but a little bit more, we will repeat that in detail. And then we will see the macrocosm and the microcosm joining together and what exactly that means.
the merger of microcosm and the microcosm, and the symbolism of Ishvara. Ishwaran എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സിംബോളിസം എന്താണ്, വേദാന്തം പറഞ്ഞു തരുന്നതായിട്ടുള്ള സിംബോളിസം. ഇത് ഇത്തരം സംഗതികൾ നമുക്ക് ഇന്ന് കാണാം സിക്സ്ത് ക്ലാസ്. അപ്പോൾ so we will start with the sadhana. Sir, vairagya meaning എന്താ? Dispassion. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്നും ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരക്തിയോടുകൂടി ഇരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അത്? വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഹിമാലയത്തിൽ പോയിരിക്കുന്ന അവസ്ഥ അല്ല അത്. നമ്മളെ വിരക്തി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലികളിൽ നമ്മൾ വ്യാപൃതമായിട്ട് ഇരുന്നു കൊണ്ട്, that is you engage in your activities with dispassion, meaning you engage in your activities with disconnecting yourself from the desire, selfish desire for the results of your actions. അതാണ് dispassion എന്ന് പറയുന്നത്. That is vairagya. So അതിനൊക്കെ ശമാദി ഷഡ്ക സമ്പത്തി, ആ 6 സമ്പത്തികൾ നമുക്ക് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ബാക്കി ഈ ജ്ഞാനം നമുക്ക് എന്താണെന്ന് ഉൾക്കൊള്ളുവാൻ തന്നെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും സംശയങ്ങളായിരിക്കും. അപ്പൊ ആ സംശയങ്ങൾ നീങ്ങി you are getting rooted in the knowledge of the infinite self that is within, and that is what Vedanta teaches. And to who? To an adhikari, to somebody who is capable of assimilating this knowledge with the characteristics that are described as sadhana chatushtayam എന്ന് പറയുന്ന നാലെണ്ണമാണ്. ഒന്ന്, ഫസ്റ്റ് is viveka. Viveka is what? It is the differentiation, the capability to differentiate between the permanent and the impermanent, real and the unreal. The capability to differentiate between the real and the unreal. ഇപ്പൊ നമ്മള് ആക്ച്വലി ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2ാമത്തെ അധ്യായത്തിൽ 2:11 ഭഗവാൻ വായ തുറക്കും അല്ലെ ശ്രീകൃഷ്ണൻ. അപ്പൊ 2:16 ആദ്യത്തെ 2-3 ഇൻട്രൊഡക്ടറി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ Krishna and Arjuna. അത് കഴിഞ്ഞ് കൃഷ്ണ speaking to Arjuna, then he speaks, hits at the nail at the first, ആദ്യത്തെ തന്നെ എന്താണ് ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത് 2:16. That is, there is then the unreal can never be existing, whereas the real can never be not existing എന്ന് പറഞ്ഞിട്ടാണ്. അതായത് റിയൽ ആയിട്ടുള്ള ഒരു സംഗതിക്ക് നാശമില്ല, അൺറിയൽ ആയിട്ടുള്ള സംഗതിക്ക് ഒരിക്കലും എക്സിസ്റ്റൻസും ഇല്ല. That is what the fundamental theorem which we should understand. അപ്പൊ നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള വസ്തു എന്താണ്? What is that? That is real. That which exists in all time frames of the past, the present and the future is called as real. അപ്പോ എന്ത് സാധനം നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും it was not existing indefinitely into the past. It came about at some point in time. Therefore, it is not always existing in the past. It started at some point only. And in the present, if it is there, fine. But in the future, it may not be there always. After some time, it will perish. Anything that is physical will perish. Therefore, anything that you see in this world, the whole universe, including each one of us, our bodies, etc., are unreal. That is what. So, real and unreal and normal sense. We should understand the Vedantic definition of real and the unreal. And when we understand that, we will realize that the self, Atman, is the only thing that is real, because it always existed. It never originated, because it was always there, and it will never end, because there is no death, decay, etc. for it. സെൽഫിന്റെ ഡെഫിനിഷൻസ് ആണ് പിന്നെ 2ാമത്തെ അധ്യായത്തിൽ കുറെ ശ്ലോകങ്ങളിലൂടെ അർജുനന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ so that the differentiation of the self and the not self. സെൽഫ് എന്താണ്, സെൽഫ് അല്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളത് ശരിക്കും വേർതിരിച്ചറിയുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് നോളജ്. അപ്പോ ഈ അൾട്ടിമേറ്റ് നോളജ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ആത്മാവ് അല്ലാത്തത് എന്തൊക്കെയാണെന്ന് അറിയുക എന്നുള്ളത് പറയുമ്പോൾ അതിലേക്ക് റാമ്പപ്പ് ചെയ്യുന്നതായിട്ടുള്ള സകല വിധത്തിലുള്ള നോളജും ഉണ്ട്. അതൊക്കെ നമ്മൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ്, അപ്പൊ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ഓഫ് റാഷണലൈസേഷൻ ആൻഡ് അസിമിലേഷൻ ഓഫ് നോളജ്, അതാണ് വിവേകം എന്ന് പറയുന്നത്. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പാത്ത് ഓഫ് ദ പ്രസന്റ് ആൻഡ് ദ പാത്ത് ഓഫ് ദ ഗുഡ്. അപ്പൊ എളുപ്പ വഴികൾ, ശരിയായിട്ടുള്ള വഴികൾ, ഇതൊക്കെ വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ്, ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റി പറയുന്നത്. ഇത് അതിന്റെ തത്വങ്ങള് 13ാമത്തെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന് പറഞ്ഞ് 13ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആൻഡ് then all the vibhaga yogas, differentiation chapters in the Bhagavad-Gita, starting from the 13th chapter, 13, 14, 16, 17 ചാപ്റ്ററുകളൊക്കെ, ആ 4 ചാപ്റ്ററുകളാണ് differentiation chapters, the chapters that help you to actually identify
what is self and what is not self, and there what are the characteristics of the self-powered mind and the not self-powered mind. Okay, that you can say. Shraddhatraya Vibhaga Yogam, Gunatraya Vibhaga Yogam, Devasura Sampath Vibhaga Yogam, the qualities of the mind and the qualities itself themselves, various qualities, the qualities of the mind, your faith, how the intellect handles things. So all those things help you to develop what is called as a mind that is able to differentiate between the right and the wrong, between the pleasant and the good, path of the Shreyas and Prayas. Tamil വേർതിരിച്ചറിയുവാനായിട്ടുള്ള എല്ലാ ജ്ഞാനവും അതിൽ നമുക്ക് തരുന്നുണ്ട്. അത് അറിയാനായിട്ടുള്ള കഴിവ്, അതാണ് വിവേകം. അപ്പൊ അതിന് റെഡി ആയിരിക്കണം നമ്മൾ. അത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇത് വേർതിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സാധിക്കാന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാവും, വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഇത് മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബിക്കമിങ് ഡിഫിഡന്റ്, എനിക്ക് ഇതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്ന മനസ്ഥിതിയാണ്. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കണം. അതാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടതായിട്ടുള്ള കാര്യം, വിവേകം. So it is defined as it is the understanding that Brahman alone is permanent, the self, the infinite alone, Brahman, infinite, the infinite alone is permanent. Infinite is everything. It is everything, and it is always there. And everything else is ephemeral. And whatever is coming inside that is ephemeral. Ephemeral meaning which will come and go away. Just like the ocean. The ocean is real, but the waves are unreal. All the waves come up on the ocean and then subside in the ocean. Everything comes up in the Brahman infinite, and everything subsides in the infinite. So what is real and what is unreal? Everything that is emanating and subsiding in it is unreal, because it is only for a fleeting period of time. That is why it is called as ephemeral. But that which is always there is the ocean, into which everything subsides. Similarly, everything, all of us, every thought wave within us, and every life beings, material things, moving, immovable, etc., everything comes into existence within the infinite, and it finally merges with the infinite. അത് മനസ്സിലാക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കുക. So that infinite alone is real എന്നുള്ള നോളജ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വിവേകം, പരമമായിട്ടുള്ള വിവേകം നമുക്കുണ്ടാവും. അപ്പൊ ആ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മളെ we have to find out. അതാണ് ഗീത നമുക്ക് 3ാമത്തെ അധ്യായത്തിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. That infinitude, if you reach that infinitude, what is the characteristics that will immediately inherit? You will inherit the yajna-bhava, because Brahman is rooted in sacrifice. Infinite is rooted in sacrifice. Anything that the infinite, within infinite, if something happens, it is all happening as kind of sacrifice, without any ego in it. That is how the universe has come about. Universal forces have come out. They don't have any ego. The only thing that has an ego is the things that came out of this, evolved out of this material. That is the human mind, and that has got this ego, and that ego is creating all kinds of problems. അപ്പൊ അത് നമ്മൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ we will actually be able to identify with ourselves with the infinitude. അപ്പൊ അത് മനസ്സിലാക്കലാണ്. So underlying the understanding that Brahman alone is permanent and everything else is ephemeral is viveka. Apo the faculty of it is talking about the faculty of the intellect, to identify the capability of the intellect that helps you to do that. Noble versus the ignoble, to identify the noble versus the ignoble, permanent versus the ephemeral, the real versus the unreal. Nitya vastu vivegam, that is adana vivegam. Nitya vastu vivegam, adine expand cheyyal nitya vastu vivegam, nityam anityam, real unreal vastu, അതിനെ തിരിച്ചറിയാൻ സാധിക്കുക. ദാറ്റ് ഇസ് വിവേകം. അതാണ് വിവേകത്തിന്റെ മറ്റേ എക്സ്പാൻഡഡ് ഫോം, നിത്യാനിത്യ വസ്തു വിവേകം. അത് വിവേക ചൂടാമണിയിലെ തത്വബോധത്തില് ശങ്കരാചാര്യ സ്വാമികള് പറഞ്ഞിരിക്കുന്ന നിത്യവസ്തു ഏകം ബ്രഹ്മം. There is only one thing that is permanent, nityavastu, which is Brahman, the infinite. Tad vyadiriktam sarvam anityam. Anything other than that is anityam. Sarvam anityam. So that's a fundamental definition of
Viveka. Vivekathinte characteristics. Then the next is Vairagya. Vairagya is what is called as the disinclination towards the impermanent worldly pleasures. So you are completely disinterested towards anything that is the path of pleasure, anything that is negative, anything that is the path of pleasure, anything that is bad, that you cannot even think of it. It automatically, by habit, you reject that. That is what is called as Vairagya. The rejection of what is negative, the rejection of what is the path of pleasure. That is the faculty of the mind. Manasinte konde. Appo manasse vairagyam illengil, reject cheyidillengil, intellect will be imposed with some superimpositions. ആ മനസ്സ് അങ്ങനെ വൈരാഗ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്റലക്റ്റിന് ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. മനസ്സിന്റെ സബ്ജക്ടിവിറ്റി മാറ്റണം. ആ സബ്ജക്ടിവിറ്റി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് വൈരാഗ്യ. ഇറ്റ് ഈസ് പാഷൻ, the absence of desire to enjoy selfish pleasures of this world and heaven. Selfish pleasures of even doing good or the effects of doing bad, etc. അതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ ഉള്ളൊരു അവസ്ഥ. That is the dispassion, faculty of the mind, disinclination towards selfish pleasures. And this disinclination towards selfish pleasures will only be there for people who are strong viveka. Vivekam strong ayal matrame adu cheyan sadhikku. So it is a cycle catched into a situation. Understanding the finite, painful nature of selfishness, adu veru vidathil define of vairagya, is the capability of the mind to understand the finite, painful nature of selfishness. Selfishness in that nature ne pattite, adinte finite, adayithu valare clear, valare limited ആയിട്ടുള്ള സന്തോഷങ്ങൾ. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ അതിന്റെ പ്ലഷേഴ്സ്, ഇറ്റ് ഈസ് ലിമിറ്റഡ്. അത് കൂടുതലായ പ്രശ്നമാണ്. അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത്. ദാറ്റ് ഇഫ് യു ക്യാൻ റിയലൈസ്, ദാറ്റ് ഈസ് ഡിസ്പാഷൻ ഓഫ് സെൽഫിഷ്നസ്. അപ്പോ ഇഹ സ്വർഗഭോഗേഷു ഇച്ഛാരാഹിത്യം, ഈ സ്വർഗവും നരകവും അതിന്റെ സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ആസ്വദിക്കാൻ അല്ലെങ്കിൽ അത് വേണമെന്നുള്ള ആഗ്രഹം ഈ ലോകത്ത് ഇല്ലാണ്ടിരിക്കുക. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് കോൾഡ് ആസ് വൈരാഗ്യം or dispassion. പിന്നെ then ശമ, ദമ, ഉപരമ, തിതിക്ഷ, ശ്രദ്ധ, സമാധാന, ശമാദി ഷഡ്ക സമ്പത്തി. സ്റ്റാർട്ടിംഗ് ഫ്രം ശമ, 6 characteristics of the mind. ശമ, ആദി, ഷഡ്ക സമ്പത്തി, 6 wealths of the mind. Starting with shama, the 6 wealths of the human mind, characteristics of the fine fibers of the mind. Shamadhi ഷഡ്ക സമ്പത്തി. Shamadhi, shama is mano nigraham. Okay, mind into that fluctuation thoughts, adinekka illandakka, fluctuating viharikkille manasinte illandakka. Dama, chakshuradi bahyendra nigrendriya, bahyendriya nigraha. Appo ee sense control ആണ്. ഒന്ന് മൈൻഡ് കൺട്രോൾ ആൻഡ് അതർ വൺ ഇസ് സെൻസ് കൺട്രോൾ. അപ്പൊ പുറമേയുള്ള കണ്ണ് മുതലായിട്ടുള്ള സെൻസസ് വഴി നമ്മളെ പുറമേ ആയിട്ടുള്ള ലോകവുമായി കണക്ട് ചെയ്ത് അതിന് ഉള്ളിലേക്ക് എടുക്കുന്നതിലുള്ള നിയന്ത്രണം. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി ദമ. ശമം, ദമം, മൈൻഡ് കൺട്രോൾ ആൻഡ് ദി സെൻസ് കൺട്രോൾ. ദെൻ ഉപരമ, സ്വധർമാനുഷ്ഠാനം ഏവ. അപ്പൊ അതിന്റെ കുറച്ച് വേറൊരു വിധ സ്വധർമ്മ, അതായത് നമ്മള് we get engaged in our activities only with a focused state of mind. അതല്ലെങ്കിൽ we can also, it is also defined in Viveka Chudamani, withdrawal, that is uparama, withdrawal of the mind, consists in the mind functions ceasing to act by means of external objects. External ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സിന് കാരണം ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ചലനങ്ങൾ, ഫ്ലക്ച്വേഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ, അതായത് ആ സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ, അപ്പൊ അതിന് നമ്മളുടെ മനസ്സിനെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ഉപരമ എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് വേറൊരു മറ്റേ അനാലജി വെച്ചാൽ ഈ ആമ
tortoise, how that tortoise pulls its legs and head inside, and the shell remains, nothing happens. Then, it is protected, well protected. Adumadri, the capability of the mind to pull itself inside such that it is fully protected from the senses bringing in information from the outside world of distractions. Adana tidiksha. Sorry, uberama ennu parayunnu. Pinne tidiksha is the shidoshna sukha dukha. Sir. What is that? Yeah, Meera. Sama uparama thammilulla vyatyasam. Shama is mind control. When you say mind control, the intellect is also involved in it. The dhamma is, the control of the senses affecting the mind. Sense control in English. Mind control. Then the second is sense control. Then the next is uparama, which is withdrawal of the senses. Withdrawal of the senses. And then there is tidiksha. Shidoshna Sukadukadi Sahishnutwam. Shidoshna Sukadukadi Sahishnutwam. That sorrows were success and failures were hope and despair. But we will have the fortitude to suffer these things and be still steady. That's fortitude. Fortitude. Tidiksha ennu parayunnathu, it is fortitude. Then Shraddha. Guru Vedanta Vakyadishu Vishwasa Shraddha. Adayathu ee parayunna jnanam Guru paranju kodukkumbol adil undavunna vishwasam. And Vishwasathil adhishtithamayittulla focus. Adana Shraddha ennu parayunnu. Vishwasathil adhishtithamayittulla focus. The focus that you achieve of the mind because of your faith that is integrated with the knowledge. That is Shraddha. And Samadhana, Chitta Ekagrata, Chittathinte Ekagrata. Avada Chittathinte, appo nammal nerthe padichirunnu, Manasa, Buddhi, Chittam. Chittathinte balance. Buddhiyude balance, you can call it as Sama. Manasinte balance, you can call it as Dhamma. Pinne Manasine pull inside edukunnathu, that is Tidiksha. The strength of the mind to suffer both ends of the spectrum of happiness and sorrow, etc., is called as Tidiksha. And Shraddha is your knowledge-based phase, and Samadhana is Chittathinte Ekagrata. Chittathine thanne, mindinte the memories and the experiences, adine control cheyidu nirthunnu. Avasthayana Samadhana. Sir, Tidiksha ennu parnal the fortitude to suffer failures and also success also. No. Tidiksha ennu parayumbo, basically suffer ennu parnal, both suffering as well as pleasures. Adu ore pole edukkan sadhikka. Appo buddhiputtugal varumbo nammal we will not go down. We will realize that yes, this difficulties are also unreal. Yes. So we will suffer that and then try to get out of it. Adinu venda കാര്യങ്ങൾ ചെയ്യും. അല്ലാണ്ട് അത് അയ്യോ എന്ന് പറഞ്ഞിട്ടിരിക്കലല്ല. എന്ന് അതാണ് അത് സഫർ ചെയ്യാനും അതിന്റെ മുകളിലേക്ക് ഉയരുവാനും സാധിക്കുക. That is fortitude. Sir, അതേപോലെ success വരുമ്പോഴും not to fly too high, no? Absolutely right. Not to get carried away. Having your foot firmly on the floor in success. So Shama, mind, Dhamma, sense control. Okay, so those definitions are written. The Mano Nigraha, Chakshuradi, Vahendriya Nigraha. So that is Shamadhi, Shakka, six human wealth, a mind's wealth. And then finally we have what is called as, okay, so the blind belief and Shraddha is also characterized. The difference between blind belief and Shraddha, that is also characterized. Blind belief is not subject to verification. You just, believe it, that's it. Shattered, it can get shattered in a crisis. And it is not backed by any reason or logic. And it is mostly emotional. Whereas the Shraddha is subject to verification. Your mind itself will verify that.
it is strengthened in a crisis. Like when you face a crisis, you will fall back on knowledge, and then for it gets strengthened. And based on understanding, it is based on the intellect's effect, the trust of your intellect, and mind-intellect integration. It is mind is integrated with the intellect. It is not emotional. So that is Shraddha. And then finally, we have the fourth one, which is Mumukshutvam. Moksho me bhuyat iti ichha. Mumukshutvam, the magnetic desire for liberation, intense desire for liberation. Liberation, Mumukshutvam, means it is liberation. I am not by body, mind, and intellect. I am not limited. I am not going to be limited by body, mind, and intellect. I am not going to be limited by my false ideation, emotional mind, as well as my sense limitations of the senses. I know these are limited, but then I will rise above that. I want to rise above that. I want to intensely, I have that feeling to rise above that. We need to have the desire to get out of it. Intense desire. Intense desire neana mumukshutvam ennu parayunnathu. So if you have these four characteristics, one of them, the third one, has six streams. In total, you have 6 plus 3, 9 characteristics of the mind. All those people who are seeking knowledge, all knowledge seekers, should have these 6 characteristics. If the 6 characteristics are not there, then he or she is not a proper student, and therefore the knowledge acquisition will be limited. This is basically the characteristics that we need to develop. And this is therefore talking about discrimination, dispassion, control of mind, control of senses, withdrawal, endurance, faith, and focus, and inspiration, that intense desire for liberation. That is called as inspiration, or you can call it as devotion also. So these are the 9 characteristics of the mind that we need to develop so that you become a good student. Sadhiji. Yes, Maya. Yeah. Sama and Dhamma, Viveka and Vairagya. The meaning. Shamana pronounce it. Shama. Okay. Shama. Shamam Dhammam. Shama Dhamma. Viveka and Vairagya. Adinde artham almost similar pole thonnu enike. Viveka. Dhamma. ഈ ധമ്മം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പാഷൻ ഒക്കെ ഉണ്ടാവണമെങ്കിൽ മൈൻഡിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള സ്ട്രാൻഡ്സ് ഓഫ് മൈൻഡ് ആണ്. അതിനെ പറ്റിയിട്ടാണ് അവിടെ നെക്സ്റ്റ് ശമാധി ഷഡ്ക സമ്പത്തി. ഈ ശമാധി ഷഡ്ക സമ്പത്തി ഉണ്ടാവണമെങ്കിൽ വി നീഡ് ടു ഹാവ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്പാഷൻ. ഓക്കെ, അപ്പൊ ഡിസ്ക്രിമിനേഷൻ ഡിസ്പാഷൻ എന്ന് പറയുന്നത് ഒരു സം ടോട്ടൽ ക്വാളിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഡിസ്പാഷൻ ഈസ് എ സം ടോട്ടൽ ഓഫ് ദീസ് അതർ 6 ക്വാളിറ്റീസ് ഓഫ് ദ മൈൻഡ്. How can you develop a dispassion? You can only develop dispassion through the Shamadama, Uparamata, Diksha, Shraddha, and Samadhana. Split. Ultimately, it will all ramp up into one quality, which is called as dispassion quality. That's functional level. Functional level qualities are discrimination, dispassion, and inspiration. Through the qualities of the mind, that is the 6 characteristics of the mind. That's unit sadhana chatushtrayam ennulla oru description namukku characteristic aayittu thanirikkunnu. Right? Clear aayalla? Thank you. So that shows us the diagram. Appo nammal aa guruvinte oru characteristics namukku onnu nokka ipo. Appo ee guruvinte adutha, if you want to approach a guru, then the approaching the guru. But approaching the guru njan oda steps aayittu kaanichirukku. Approaching the guru. That approaching the guru, you should have right qualifications. Sadhana Chatushtayam, Viveka, Vairagya, Samadhi, Shatka Sampatti, and Mumukshutvam. Where Samadhi, Shatka Sampatti is mastery of mind, mastery of senses, withdrawal, forbearance, endurance, faith, and concentration. Fully focused desire. This is the characteristics of the Guru. ഒരു ഗുരുവിനെ എപ്പോൾ നമ്മൾ സമീപിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ഗുരു ജ്ഞാനം പകർന്നു തരും. Okay.
അപ്പൊ ഗുരുവിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരെണ്ണം എന്താണ്? ഗുരു ഈസ് സംബഡി ഹു അട്രാക്ട്സ് സ്റ്റുഡൻസ് ഹു കം വിത്ത് ഫാഗോട്സ് ഇൻ ഹിസ് ഹാൻഡ്. തലയിൽ ഫാഗോട്സ് വെച്ച് വരും എന്നാണ് അതിനെ സിംബിളൈസ് ചെയ്തിരിക്കുന്നത്. ഫാഗോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യജ്ഞം ചെയ്യുമ്പോൾ, യാഗങ്ങൾ ചെയ്യുമ്പോൾ തീയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരക്കഷ്ണങ്ങളാണ്. മരത്തിന്റെയും മറ്റേ അതിന്റെ ആ സാധനങ്ങൾ, അത് മരത്തിന്റെ ഫാഗോട്സ് വിച്ച് ആർ ലൈറ്റഡ് അപ്പ് ഫോർ. അപ്പൊ ഈ ഫാഗോട്സ് ലൈറ്റഡ് അപ്പ് ആവണം, അപ്പോഴാണ് ആ യജ്ഞങ്ങൾ വരാൻ പോകുന്നത്. ഫാഗോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ ഈ വിദ്യാർത്ഥി ഈ ഫാഗോട്സും കൊണ്ട് തലയിൽ പിടിച്ചുകൊണ്ട് വരും എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികള് ഈ പറയുന്ന ഗുരുവിന്റെ അടുക്കളയിലത്തെ പോയക്കാൻ വേണ്ടി വിറക് ചുവന്നുകൊണ്ട് വരുന്ന ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർഫീഷ്യൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യും. കാരണം ഇങ്ങനെയാണ് വേദങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അവിടെ അതിന്റെ ഉപനിഷത്ത് തത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതെന്താണ് എന്ന് മനസ്സിലാക്കുക. ആ ഉപനിഷത്ത് തത്വം, വേദാന്ത തത്വമാണ് ഞാൻ പറയുന്നത്. അതായത് വിദ്യാർത്ഥി തന്റെ തലയുടെ ഉള്ളിൽ അല്ലെങ്കിൽ തന്നിൽ ഈ പറയുന്ന ഫാഗോട്സ്, എന്തൊക്കെയാണ് ഫാഗോട്സ്? വിവേക, വൈരാഗ്യ, സമാധി, ഷഡ്ക സമ്പത്തി ആൻഡ് മുമുക്ഷുത്വം എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ചെല്ലുമ്പോൾ ഈ സാധനങ്ങള് നമ്മളുടെ ഉള്ളിൽ നിന്ന് കത്തിജ്വലിച്ച് മനസ്സിന്റെയും ശരീരത്തിന്റെയും ചിന്തകളും പ്രവർത്തനങ്ങളുമായിട്ട് അത് ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻക്ലൂഡിംഗ് ദ ഗുരു ആയിട്ട് മാറുന്ന തീയായി മാറും. the fire power. First it becomes ഗുരുവിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന ചൈതന്യം സൂര്യന്റെ തേജസ്സായി മാറി അത് മനസ്സാകുന്ന ചന്ദ്രനെ ജ്വലിപ്പിച്ച് ശരീരമാകുന്ന തീയ് പുറത്തേക്ക് കൊണ്ടുവരും. ശരീരത്തിൽ തീ എന്ന് പറഞ്ഞാൽ അത് കർമ്മങ്ങളായിട്ട്, സാക്രിഫീഷ്യൽ കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അത് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ദിസ് ഈസ്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ഗുരുവിനെ. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഗുരു ശിഷ്യനായിട്ട് എടുക്കുകയും പാടുള്ളൂ. അതാണ് ഗുരുവിന്റെ ക്യാരക്ടറിസ്റ്റിക്. A guru will attract, എടുക്കുക എന്ന് പറഞ്ഞാൽ the guru will actually attract such students with these characteristics of the mind and they approach with fagots in their head. ഗുരുവിനെ വരുന്നു. ഇനി ഗുരുവിന്റെ മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ഗുരു അതിന്റെ എറ്റിമോളജി. The term signifies, gu signifies knowledge and ru signifies ignorance and ru signifies dispelling of ignorance. Dispelling, the act of dispelling. So guru means the person who dispels your ignorance. ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് അകത്തുന്ന ആള് ഗുരു. Etymology, that is the term significance. Then guru, what does the guru do? The guru removes ignorance. So etymology of the term guru is what the guru does. Guru removes ignorance. Ignorance of what? Guru removes the ignorance of what? അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഗുരുസിനെ എടുക്കാം. ഒന്ന് ഗുരു ദ സ്പിരിച്വൽ ഗുരു, ദി അതർ ഈസ് ദ മെറ്റീരിയൽ ഗുരു. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഗുരു, സ്പിരിച്വൽ ഗുരു എന്താ ചെയ്യുക? ഹി റിമൂവ്സ് ദ ഇഗ്നറൻസ് അബൌട്ട് ദ സെൽഫ് ആൻഡ് യുവർ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ലൈഫ്. That is basically what the guru, the ignorance about the self and the ignorance about your real purpose of life. അത് രണ്ടും മാറ്റി തരുന്ന ആള് ഗുരു. The fundamental definition. ഇനി in the material domain, അത് spiritual domain അങ്ങനെ in the material domainലേക്ക് വരുമ്പോൾ ഈ ഗുരു is somebody who removes the ignorance of the physical world outside. പുറമേയുള്ള ലോകത്തിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം നമുക്ക് പറഞ്ഞു തരുന്ന ആള് മെറ്റീരിയൽ ഗുരു. It can be any subject, അല്ലെ? സയൻസ് ആവാം, മറ്റുള്ള മെറ്റീരിയൽ സബ്ജക്ട്സ് പലതും ആവാം, എന്ത് വേണമെങ്കിൽ, anything related to the outside world. And including not only the outside world, it is also the mental world, psychology, psychiatry, അതൊക്കെ all those areas അതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ മെറ്റീരിയൽ ഗുരുസ് ആണ്. And what does he do? He removes your ignorance about the material truths, the truths of the outside world. So the truths of the outside world, which is Vaishvanara and Taijasa and even Prajna, and the next level Atman, removes the ignorance about the Atman, spiritual guru, outside and inside. And what are the qualifications of a guru? That is also defined in the Vedanta as qualifications of the guru. Therefore are, and again for the spiritual side, if you look at spiritual side,
the knowledge of Guru has knowledge of scriptures. Guru should have knowledge about scriptures. What are the scriptures? Upanishads, Bhagavad-Gita, and Brahma Sutra. Prasthanatrayangal. എന്ന് നമ്മുടെ വേദാന്തത്തിൽ അത് നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് we will see later. പ്രസ്ഥാനത്രയം. അപ്പൊ അത് നമ്മുടെ വേദാന്തത്തിന്റെ നമ്മുടെ സ്ക്രിപ്ചറൽ ക്യാരക്ടറൈസൈസ് ഒരു ഗ്രൂപ്പാണ് വിച്ച് വി വിൽ ഡിസ്കസ്. ഐ മീൻ ആ പേരുകളും അങ്ങനത്തെ ഫാക്ച്വൽ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് പിന്നീട് കാണാം. സോ പ്രസ്ഥാനത്രയങ്ങളിലുള്ള ജ്ഞാനം, ഉപനിഷത്സ്, ഭഗവത്ഗീത ആൻഡ് ബ്രഹ്മസൂത്ര. ഈസ് എ സ്പിരിച്വൽ ഗുരു. അപ്പൊ ഇത് ആൻഡ് ഓഫ് മറ്റേ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഈ നോളജ് രണ്ട് മെറ്റീരിയൽ ഓഫ് മെറ്റീരിയൽ ഡൊമൈൻസ്. മെറ്റീരിയൽ ഡൊമൈൻസിൽ അപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, സിവിക്സ്, അതൊക്കെ ഓരോ മെറ്റീരിയൽ ഡൊമൈനിൽ അതിൻ്റെതായിട്ടുള്ള ഡൊമൈൻ സ്പെഷ്യലൈസേഷൻ. ഇത് ദാറ്റ് ഈസ് മെറ്റീരിയൽ ഡൊമൈൻസ്. ആൻഡ് ഇനി അത് മാത്രം പോരാ. അപ്പൊ ഇത് ഈ ഗുരുവിന് അത് മാത്രം പോരാ, നോളജ് മാത്രം പോരാ. ഗുരു ഓൾസോ റിക്വയർസ് ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ് ദ എക്സ്പീരിയൻസ് ഓഫ് സ്പിരിച്വൽ ഡൊമൈനിലാണെങ്കിൽ ബ്രഹ്മൻ. ഹി ഷുഡ് ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് ബ്രഹ്മൻ. He should have he should be somebody who has experienced the infinite. Guru. The Guru should have the knowledge of the infinite as well as the experience of the infinite. Of the Brahman, I mean of actually having realized the infinity. Adana Brahma Nishtha ennaanu adine parayunnathu. Brahma Nishtha, somebody who is situated in the infinite because he knows, he has identified with the infinite. So he is called as a Brahma Nishtha. Mattedina, the knowledge of the Brahman and knowledge of the self, etc., infinite, etc., is called as Srotriya. So Guru, he knows, he is Srotriya. He experienced, therefore he is Brahmanishta. Appo nammalipa material domain il varumbollum same in the material domains in the knowledge as well as material domains in the practice also should be there. Appo physical aayittulla practice cheyidirikkuna aalai ipo edu subject eduthalum he should have practiced that physical knowledge, and then only he really becomes a teacher. Somebody who learned something from the book and then he is repeating the same thing to the students, he is not a real teacher. Somebody who has understood what he has learned and then applied it in his life and experienced it, then combining that together only you become a teacher. In the material domain and in the spiritual domain, Srotriya as well as Brahmanishta. The rendu down. You have to know the infinitude and you have to have experienced the infinitude. The experience ചെയ്തിട്ടുള്ള happiness അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ശരിയായിട്ടുള്ള ഗുരു ആയിട്ട് മാറുന്നത്. So therefore the Guru etymology, his function and his qualification. Guru should be a Srotriya as well as a Brahmanishta. Srotriya who is well versed in the knowledge, and Brahmanishta who is rooted in that knowledge. And such a Guru, what is his duty? What is the duty of such a Guru? The duty of such a Guru is he should bestow the knowledge of the self, or the knowledge of the self. How other Shankaracharya has defined that as knowledge, that bestowing the knowledge is answering the 7 questions of the student. 7 ചോദ്യങ്ങൾ സ്റ്റുഡന്റ് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും 7 ചോദ്യങ്ങളാണ് സ്റ്റുഡന്റിന് വേണ്ടി ഒരു ഗുരു ആൻസർ ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവണം ഗുരുവിന്. എന്തൊക്കെയാണത്? The 7 questions that the Guru should answer is this. അത് വിവേക ചൂടാമണിയില് ശങ്കരാചാര്യ സ്വാമികള് ഡിഫൈൻ ചെയ്തു. What is nakamabandha, ko nama bandha, kadam esha agadaha, kadam pradishtasya, kadam vimoksaha. In English, okay. What is bondage? What do you mean by this limitedness? And how did this limitedness come about? And how does it continue to exist within us?
And how can one get out of it completely? What is the not self? Who is the supreme self? And what is the process of differentiation between the self and the not self? Please explain all those to me. എന്നാണ് ആ സ്റ്റുഡന്റ് ചോദിക്കുക. അതായത് ഈ ഷഡ്ക സമ്പത്തി ആയിട്ട്, അതായത് സാധനാ ചതുഷ്ടയം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ബ്രഹ്മനിഷ്ഠയും ശ്രോത്രിയനുമായിട്ടുള്ള ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ചോദിക്കുന്ന 7 ചോദ്യങ്ങളാണ് ഇത്. അത് ഉത്തരം പറയാനായിട്ടുള്ള കഴിവ് ഈ ഗുരുവിന് ഉണ്ടാവണം. സോ ഫണ്ടമെന്റലി ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഗുരു. അപ്പോ ഹൗ ഡസ് ഇറ്റ് മേക്ക്, ഐ മീൻ സെൽഫിന്റെ ആത്മതത്വം, ആത്മീയമായിട്ട് ആത്മതത്വം പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുന്ന അതെന്താണ് എന്ന് മനസ്സിലാക്കാനും, അതെന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല, അത് നമ്മളുടെ എന്താണ് നമ്മളിലുള്ള വൈകല്യം, the deficiency is that is preventing us from actually understanding what the infinitude is and to experience that infinitude and to connect with that, and also to understand what is not the self. അപ്പൊ BMI ഇതാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ നടക്കുന്ന ഒരു ഗുരു, ഒരു ശിഷ്യന് definitely the guru has to tell him what is this body, mind and intellect and what is this self. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഗുരു. അപ്പൊ these characteristics we can again actually expand this into the modern parlance as a teacher. The teacher, guru എന്നുള്ള വാക്ക് ഞാൻ ടീച്ചർ എന്നുള്ള വാക്ക് അവിടെ ടൈറ്റിൽ ഉപയോഗിച്ചു. Teacher removes ignorance of the domains, knowledge domains. The teacher, etymology of course is guru, the dispeller is the same, and guru's qualifications is knowledge well versed in the domains, and also well experienced in the domains. Either knowledge, you should have real, actual, very good knowledge about the domain as well as good experience about the domain. Through the process of know, reflect, connect, apply. I mean, other Gita-il thenne nammal പറഞ്ഞു തരുന്നുണ്ട് പല പ്രോസസ്സിലൂടെ how you acquire this knowledge. Siddhavan labadai jnanam, and also the process of knowledge acquisition, knowing, reflecting, connecting, applying. അങ്ങനെ ചെയ്യാനായിട്ട് ഇതെല്ലാം ചെയ്ത് ശീലിച്ചിട്ടുള്ളതും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരാളായിരിക്കും ടീച്ചർ ക്വാളിഫിക്കേഷൻസ്. ആൻഡ് he will such teacher also carries the duty of bestowing knowledge. That is, he is able to answer the 7 questions that the student will have. എന്തൊക്കെയാണ്? What are my knowledge deficits? The guru should be able to tell the student, look, you are deficient in these areas. And how did that knowledge deficiency come to you? Because of various reasons. അതൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ടീച്ചർ. ആൻഡ് അപ്പൊ ഒരു സ്റ്റുഡന്റ് ക്ലാസ്സിൽ ടീച്ചറുടെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവാത്ത സംഗതികൾ പലർക്കും 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേർക്കും 10 വിധത്തിലായിരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരും. And whatever you are teaching also, the student assimilates in different ways. And the teacher, a good teacher will be able to identify how that student has acquired the knowledge that you have imparted, and or the teacher will know how the teacher has to explain certain things to that particular student A, so that the A will understand. B might require a different technique, and the teacher will apply that technique for B. C might require some other methods of actually acquiring the knowledge, getting the knowledge, because the teacher should know how that student is understanding, assimilating the knowledge. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു 10, 20 പേരോ 30 പേരോ ഉള്ള ക്ലാസ്സിൽ പോലും ആ 30 കുട്ടികളെയും 30 വ്യക്തികളായി കണ്ട് 30 ഡിഫറെന്റ് സോഴ്സസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് നോളജ് ആയിട്ട് കണ്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിന് അനുസൃതമായിട്ട് അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ആൻഡ് ഇനി ചില സംഗതികളെ why that student is still not understanding, continuing to exist, the knowledge deficit, how, why, you should that the teacher should be able to identify that, understand that, and അത് ആ ഒരു ഒബ്സർവേഷൻ കേപ്പബിലിറ്റി ഉണ്ടാവണം. ആൻഡ് ഹൗ ക്യാൻ യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, ഹൗ ക്യാൻ യു ഗെറ്റ് ദ സ്റ്റുഡന്റ് ഔട്ട് ഓഫ് ദാറ്റ്? തെറ്റിദ്ധാരണകള്, മിസ്കോൺസെപ്ഷൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അവരെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നതിലുള്ള തെറ്റുകൾ, അത് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും, ഇനി അതല്ല അവർ തെറ്റുകൾ പറ്റിക്കുമ്പോൾ അവർ തെറ്റിച്ചു, അവര് ഒരു ആൻസർ പേപ്പർ ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ തെറ്റ്, ആൻസർ തെറ്റ്, ചെയ്തിരിക്കുന്ന പ്രോസസ്സ് തെറ്റ്, അപ്പൊ അത് കണ്ട മനസ്സിലാവണം ആ കുട്ടിയുടെ ഫണ്ടമെന്റൽ ലാക്കിംഗ് എന്തൊക്കെയാണ് ടീച്ചറിന്. ആൻഡ് ദ ടീച്ചർ ഷുഡ് ബി ഏബിൾ ടു അഡ്രസ് ദാറ്റ് നെക്സ്റ്റ് ടൈം. ആ കുട്ടിയെ വിളിച്ചിട്ട്
എന്തുകൊണ്ട് അത് തെറ്റുപറ്റിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ് ആൻഡ് ഹൗ ക്യാൻ യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സോ വാട്ട് ഈസ് ഫോൾസ് നോളജ്? തെറ്റായിട്ട് ധരിച്ചിരിക്കുന്ന നോളജ് അതെന്താണ്? അതിലുള്ള തെറ്റെന്താണ്? ആൻഡ് വാട്ട് ഈസ് ദ റിയൽ നോളജ്? ശരിയായിട്ടുള്ള തമ്മിലുള്ള ഡിഫറൻസ്, ഷെയ്ഡ്സ് ഓഫ് ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചില സംഗതികള് ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നോളജ് ഒക്കെ അതിൽ തെറ്റിദ്ധാരണകള് മറ്റതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അതിന്റെ ആ ന്യൂവൻസസ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഈ ന്യൂവൻസസ് ആണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിങ്ങിലൊക്കെ ഉണ്ടാവുന്നത്. ഓപ്ഷൻസ് 4-5 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സട്ടിൽ ഡിഫറൻസസ് ആയിരിക്കും. ആ സട്ടിൽ ഡിഫറൻസസ് വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ് അത് ടീച്ചർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ആൻഡ് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ദ ഫോൾസ് ഫ്രം ദ തെറ്റ് ശരിയിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി അത് ഒബ്വിയസ് ആയിട്ടുള്ള സംഗതി. ഇങ്ങനെയുള്ള 7 സംഗതികളെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരാളാണ് ശരിയായിട്ടുള്ള ടീച്ചർ. ആൻഡ് ദെർഫോർ ലൈയിങ് ഹിഡൻ ഇൻ ദിസ് characterization is the strategy for teaching. ഗുരുവിന്റെ ഡ്യൂട്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഈ 7 ചോദ്യങ്ങൾ നമ്മൾ എന്ത് സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും ഈ 7 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ആ 7 ചോദ്യങ്ങൾ എങ്ങനെ നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കും, അതിന്റെ കറക്ഷൻസ്, that is basically what the teacher should be. So ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടിയുടെ ഫൈനർ സ്ട്രാൻഡ്സ് ആണ് ഇവിടെ ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. And to such a teacher will come students who possess the capability of discrimination, of disassociation, and of inner strengths, of mind control, sense control, withdrawal, forbearance, faith, and concentration, and the passion to break free from comfort zones. ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആ ടീച്ചേഴ്സിന്റെ അടുത്താണ് എത്തുക. So this is basically a modern version of the guru, the teacher. അതിന്റെ ഒരു പിക്ചർ. Okay, so ipo idukonde what finally with all this from the guru, powerful guru, as well as a student with real motivations, such people will, through the process of Sravanam, Mananam, Ananam, and the Didyasanam, the process of reflection, contemplation, and meditation, you will reach that state of infinitude. Apa other spiritual as well as in material domains, it is applicable. So basically, what is the first step? The first stage is in spiritual domain. Then you can translate that into material domains also. What are you looking at? Your happiness, but you forget. You forgot the fact that you are happiness, and therefore your prime aspiration is to acquire knowledge. And you think, I am completely ignorant of the fact that I am the infinite self, which is bliss, Satchidananda. And I think that I am merely a perceiver, feeler, and the thinker. One who perceives the outside world, one who connects with that and feels and thinks about it because of those connections, and then reacts to the outside world. PFT of what? Of objects, emotions, and thoughts. I know I can connect with the objects, I connect with the emotions, I connect with my ideas, thoughts, and then I live in this external world of OET. I find it very difficult to believe that I am the infinite self, that I am inside and not this outside thing. That is basically a state of selfishness. It is all about the ego becoming the maximum. Suddenly you start the process of reflection. When the process of reflection comes, starts thinking about the concept of infinity within it. Self. Maybe, sometimes Saturday 6:30 to 8, I will know what self is. But the rest of the time, I forget about it. At least on Saturdays, I start thinking. That's reflection. Once in a while, yes, self. Self. You suddenly slip into that. That is basically the reflections period. And then suddenly you start increasing the quality of that thoughts and reducing that ego. Reducing ego down the state. The predominance of the thought of divinity within you is that state of reflection minus ego. Reflection in the ego completed the you will reach that state of contemplation. Traces of ego is still there, but you are at least your steady state Brahman knowledge, likati. That is that state.
of contemplation. And finally, you are now going to that state where you completely eliminate that ego, and ego remains only to the extent that you know that I am residing in a BMI. Limited existence. ആണ് എന്നുള്ളൊരു ബോധം ലിമിറ്റഡ് ആയിട്ട് ഞാനിപ്പോ BMI കൊണ്ട് ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം. BMI കൊണ്ട് ഞാൻ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ള, പക്ഷെ I am infinite, but I am currently in that BMI, therefore some limitations will be there, but I can get out of it എന്നുള്ള ശരിയായിട്ടുള്ള വിശ്വാസം. That is the state of meditation, meditative state. And that is the state, such people constantly, if you act in this world, will reach the state of samadhi. Samadhi means savikalpa samadhi ennaanu adinu parayunnu. Or that is, you are constantly thinking about the self. Constantly you are in your actions and thinking, you will reflect that divinity. You will become selfless and divine. That is that savikalpa samadhi state. And ultimately you can even completely forget the fact that you are the BMI. And that is nirvana, or the nirvikalpa samadhi in the state, pinnacle of human evolution. Last traces of ego is completely destroyed. Even in the physical body, you don't even know. Adana ഒരു സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് ഓഫ് വൺ ബീങ് വൺ വിത്ത് ദി ആത്മ. മൈക്രോകോസമും എന്റെ മൈക്രോകോസം, ഐ ഹാവ് കംപ്ലീറ്റ്ലി മെർജ്ഡ് വിത്ത് ദ മൈക്രോകോസം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് നിർവികൽപ്പ സമാധി. അപ്പൊ ഗീതയില് കൃഷ്ണൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് is to get into that state of contemplation, contemplative സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ഈ മെറ്റീരിയൽ ലൈഫിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ you will also be able to strike with this infinitude, savikalpam, once in a while. അങ്ങനെ ഉള്ള ഒരു ലൈഫ് ഈസ് ആക്ച്വലി ഡിവിനിറ്റി ഇൻ ലിവിങ്. ഡിവിനിറ്റി ഇൻ ലിവിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ട് ആ തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ ആണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻ ആക്ഷൻ. അതാണ് അർജുനന് പറഞ്ഞു കൊടുത്തത് ശ്രീകൃഷ്ണൻ. ഓക്കെ, ശ്രീകൃഷ്ണൻ അവിടെ നിർവികൽപ്പ സമാധി പോകാനല്ല പറഞ്ഞിരുന്നത്, പക്ഷെ ഇവിടെയാണ്. പക്ഷെ എന്നുവെച്ചാൽ ദാറ്റ് ഈസ് ഓഫ് പെർഫെക്ഷൻ ഓഫ് ലിവിങ്, പെർഫെക്ഷൻ ഇൻ ലിവിങ് ഇൻ ദിസ് വേൾഡ് ഈസ് അച്ചീവ്ഡ് ത്രൂ ദീസ് പ്രോസസ്സസ്. അവിടെ എത്തണം എന്ന് പറയുന്നത്. ആൻഡ് in the other one, where the microcosm merges with the macrocosm, you become one with Atman, one with Atman, one with the universe, one with the Atman. Ishwaratvatthilekku etticherunna avastha. That is basically what it is, and that is what adu appo nammal ee aa oru partnere njan ipo expose cheyana, which is about the gross body, subtle body and the causal body. Nammada panchakoshangal within the microcosm, വിശ്വം തൈജസ പ്രാജ്ഞ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിന്റെ സം ടോട്ടലാണ് മാക്രോകോസം എന്ന് പറയുന്നത്, വിച്ച് ഈസ് വിരാട്, ഹിരണ്യഗർഭ ആൻഡ് ഈശ്വര. Okay, what is that? അത് നമുക്ക് we will actually take a look at that. So it is like this. Consciousness, when it is confined within the, okay, now I am going to go into a little bit of advanced. ലാസ്റ്റ് 15-20 മിനിറ്റ് അഡ്വാൻസിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് കേട്ടിരിക്കാം. ഓക്കെ, just understand, because these are actually വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു വേദാന്ത തത്വങ്ങളെ നമ്മൾ ആ ലെവലിലേക്ക് ചിന്തിച്ചിട്ടുണ്ട് 10,000-5,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ ഉള്ളത്. ഇറ്റ് ഈസ് സംതിങ് ഗ്രാറ്റിഫൈങ് ഫോർ us അല്ലേ, നമുക്ക് തന്നെ. അപ്പൊ അത് ലെറ്റ് us try to understand. We have already talked about this, but ഒന്നും കൂടി പറയണം. So microcosm is the consciousness within us, working within us, the body, mind and intellect. Appo functioning through the gross body becomes the waker, the jagrata avastha, and the consciousness functioning through the subtle body is called as the dreamer, or the tejasa, within the mind and intellect, subconscious mind. And the functioning consciousness which is expressing through the causal body, the deep sleeper, is called as the prajna, microcosm. And this, അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിശ്വവും തൈജസവും പ്രാജ്ഞാ അവസ്ഥയിലും ആണ് പലപ്പോഴും, അല്ലെ, either one of these states. നമ്മൾ ഓരോരുത്തരും ഇടയും ബില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് ബില്യൺസ് ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് അതർ തിങ്സ്, അവിടെയൊക്കെ എല്ലാവരും അവരുടേതായിട്ടുള്ള ലോകങ്ങളുണ്ട്, വിശ്വങ്ങളുണ്ട്, ഔട്ട്വേർഡ് കോൺഷ്യസ്. ഇവരുടെയൊക്കെ സം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ the functioning through the aggregate of all the gross bodies in this universe is called as വിരാട് സ്വരൂപം എന്ന് പറയും. That is വിരാട്, ഈശ്വരന്റെ വിരാട് രൂപം നമ്മളെല്ലാവരും ചേർന്നതായിട്ടുള്ള. And the
consciousness, when it is functioning through the aggregate of all the namalde swapnavasthayil ulla aa chindagalu, dreams and aspirations, is called as Hiranyagarbha, the golden egg from which everything emanates, which is the cosmic form of the dreamer, Taijasa. Hiranyagarbham, ella Taijasagalum chernadana Hiranyagarbham, ella Taijasagalum chernada Hiranyagarbham, ella Vishwam chernada Virata, and functioning through the aggregate of all the causal Karana Charirangalalla, of all the prajna, sum total of all prajnas is Ishvara. A prajna state, deep sleep, one monolithic consciousness, which is the base for all knowledge and which is the base for all existence. That is Ishvara. Ishvara. This is the macrocosm, microcosm connection, which I will just take a look at that again through the Mandukya-Upanishad. Mandukya-Upanishadil പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ 7 കാലുകളും 19 വായകളും ഉള്ള നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് വൈശ്വാനര, ഓഫ് ഔട്ട്വേർഡ് കോൺഷ്യസ്നസ്. When it is sleeping, everything is still there. നമ്മൾ ഈ പറയുന്ന 19 വായകളും 7 കാലുകളും അപ്പോഴും ഉണ്ട്, which is constituted of earth, water, air, fire, space ഒക്കെ ആയിട്ട് പുറത്ത്. ഉള്ളിലത്തെ ലോകത്തിലും നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്, തീയ്, കടല്, വെള്ളം, മറ്റതൊക്കെ കാണാം നമുക്ക്. So all those things in a subtle form. അതാണ്, that is the Taijasa എന്ന് പറയുന്നത്. Same thing. But in the deep sleep state, all this material things vanish. And what is remaining is pure existence and knowledge. That power of existence is the gateway to knowledge. There is only one mouth. Adana prajna state. And then the sum total of all the virats, viratugal join cheya, that is what is called. And then the sum total of all this Taijasa is Hiranyagarbha, Virat and Hiranyagarbha, and the sum total of all prajna is Ishvara. This is the macrocosm. Now, macrocosm thinleke nammal merge cheyanam, the microcosm. Aa merging process ineyana aduthathu ivide varnikkan povunnathu. And with that we will stop today. So, okay, adinu munpe aa consciousness inde scientific aayittulla oru perspective ivide kaanichittunde, which is characteristics of the outward form of consciousness is described. Scientific aayittulla science in description aanu. Consciousness is subjective, is unity, intentionality of center and periphery of consciousness, gestalt structure, അങ്ങനെ കുറച്ച് characteristics ഉണ്ട് consciousness ന്റെ outward characteristics നെ പറ്റിയിട്ടാണ് പറയുന്നത്. All these are available in the state of Vishwa. Vishwam state, all of this, that is our consciousness. In the Taijasa state, all of this is still there, but in a subtle manner. And in the Prajna state, nothing but the unity. എല്ലാം ഒന്ന് എന്നുള്ളൊരു ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ അത് അറിയുന്നുള്ളൂ. കാരണം മറ്റൊന്നും ഇല്ലാത്തത് കാരണം നമുക്കത് ആ സമയത്ത് അനുഭവിക്കാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കാൻ പറ്റും. That is the prajna. So this is actually this description, our spiritual Vedantic description of consciousness, which is now rooted in the light of modern knowledge. So I just put that അവിടെ കാണിച്ചെന്ന് മാത്രം. ഞാൻ വേണമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാം. Those of you who are interested can have a look at it and then realize the connection between the modern science, study of consciousness, modern consciousness studies. ഇതിന്റെ റിസൾട്ടാണ് താഴെയുള്ളത്. അത് ഞാൻ അവിടെ വേദാന്ത സ്റ്റഡീസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ആൻഡ് നൗ വി കം ടു ദാറ്റ് വണ്ടർഫുൾ പിക്ചറൈസേഷൻ ഓഫ് ദ മാക്രോകോസമും മൈക്രോകോസവും തമ്മിലുള്ള മെർജർ. ഓക്കെ, നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൈക്രോകോസം ആദ്യം എടുക്കാം. 3 സ്റ്റേറ്റ്: പ്രാജ്ഞ, വിശ്വ, തൈജസ. വിശ്വ ഔട്ട്സൈഡ്, ഔട്ട്വേർഡ്; തൈജസ ഡ്രീം വേൾഡ്; പ്രാജ്ഞ ഡീപ് സ്ലീപ്പ്. അത് 3 എണ്ണമാണ് നമ്മുടെ ഇതുള്ളത് അല്ലെ. ആൻഡ് സിമിലർലി മാക്രോകോസം ഓൾസോ ഹാസ് ഗോട്ട് ദാറ്റ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്: വിരാട്, ഹിരണ്യഗർഭ ആൻഡ് ഈശ്വര. കറക്റ്റ്. നൗ ദീസ് ആർ ഡിഫറൻഷിയേറ്റഡ്. നമ്മൾ ഇൻ നോർമൽ ലൈഫ് because of ego, it is splitting. Ego is splitting us into 2, micro and macro. Really we are infinitude, macro and infinite, but then the ego splits it into 2 and we tend to live in this microcosm. That is a picture. Okay, then when the ego reduces, what happens? Ego reduces, it becomes like that. Reduce the ego much more, reduce ego much more, you become like this. And when you completely eliminate ego, what happens? It becomes like that. And not only that,
ഈഗോ അങ്ങോട്ട് കളയുമ്പോൾ ഇറ്റ് ബിക്കംസ് ദാറ്റ് ഈഗോ ഇല്ല, പക്ഷെ സംതിങ് മോർ ഹാപ്പൻസ്, ദിസ് ഹാപ്പൻസ്. And this, we become this. Ego എടുത്ത് കളയുമ്പോൾ what is that? This is what is represented as this, the star with this merger of Satchidananda combined with Rajas, Sattva and Tamas, the materiality principle. The two triangles, they merge together, microcosm merges together, and this is basically what is represented in all the temples as that Sri Chakra, okay, of this star. This represents the merger of Brahman with the microcosm, which is about Satchidananda with the Sattva, Rajas, Tamo gunas combined together is basically what Ishvara is. The symbol of Ishvara. With the Brahman, Atman shown in the middle, which is Brahman, nothing but Brahman. Karanam nammal kandu ivide Atman thanneyana Brahman. This is what happened. Atman thanneyana Brahman. Sorry. Atman thanneyana Brahman. Ego eduthu kalanju kayinapol aa Atman thanne Brahman aanu. Appo adinte ullile kanunna dot ennu parayunnathu aa Atman is nothing but that Brahman only. Okay. And that is basically what it is. Aa Brahman aanu avade. That is Ishvara. This is our inner representation when we are combined, when we are merged with the macrocosm, and then we become divine. നമ്മൾ ഈശ്വരനായി മാറുന്നു. അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മളുടെ നോർമൽ സ്റ്റേറ്റിൽ നമ്മൾ വേറെ ആണെന്നുള്ള ചിന്തയിലാണ് റിഫ്ലക്ഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ. And then we should reach, അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് we should be able to reach the state of meditation. Where when we reach that state of reflection, അതായത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ പുറത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് മനസ്സ് ഒരു ആ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നേരെ നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുക. എന്നിട്ട് അപ്പോൾ നമ്മള് കണ്ടംപ്ലേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരും. ആൻഡ് ദെൻ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരും. ദാറ്റ് ഈസ് when this merger starts happening, and then we should realize that the infinitude that is being represented in the sanctum sanctorum, ശ്രീകോവിലിന്റെ ഉള്ളില് ഇരിക്കുന്ന ആ ആത്മീയ ചൈതന്യം എന്റെ ഉള്ളിൽ തന്നെ പ്രതിഫലിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആത്മീയ ചൈതന്യമാണത് എന്നുള്ള ബോധത്തിലേക്ക് ഞാൻ എത്തി കണ്ണടച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയാ, എല്ലാ സെൻസസും അടക്കി വെച്ചിട്ട് നമ്മള് കണ്ണടച്ച് നിന്ന് ആ ബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥയിലേക്ക്, കണ്ടംപ്ലേറ്റീവ് സ്റ്റേറ്റില് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തി. അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് നിർവാണം ഒക്കെ പോട്ടെ, അത് പോട്ടെ, ഇവിടെ നിൽക്കുക. ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ക്യാൻ എക്സ്പീരിയൻസ്, യു ഷുഡ് എക്സ്പീരിയൻസ് ആസ് എ പ്രോസസ് ഓഫ് ഗോയിങ് ടു ടെമ്പിൾ. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, then it is worth going to the temple. അവിടെ നിന്ന് ഇതാണ് ആലോചിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് മറ്റേത് തരണേ അയാളുടെ മേത്ത് ഇടുത്തി വീഴണേന്നൊക്കെ അങ്ങനെ ചിന്തിക്കരുത്. പകരം let this microcosm merge with that macrocosm and then be united with that Ishvara. ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതായിട്ടുള്ള ആ ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചേർക്കാൻ അതിനു വേണ്ട ശക്തി എനിക്ക് ഉണ്ടാക്കണേ എന്നുള്ളതാണ് പ്രയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അങ്ങനെയാണ് ആ ഒരു സാധനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വർഗാനുഭൂതിയാണ്. അത് എല്ലാ സെൻസസിലൂടെയും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് തീർത്ഥം തളിക്കുന്നതും ചന്ദനത്തിരിയുടെ ഗന്ധവും പൂവിന്റെ ഗന്ധവും പിന്നെ കണ്ണ് തുറക്കുമ്പോൾ കിട്ടുന്ന എന്താ പറയാ വിളക്കിന്റെയും കർപ്പൂരത്തിന്റെയും ഒക്കെ ഉള്ള എന്താണ് ഗന്ധവും അതുമാതിരി വെളിച്ചവും, അങ്ങനെ ശബ്ദങ്ങൾ ആ സമയത്ത് പുറമേ നിന്നുള്ള ആ മണിയടി നാദം, ഓംകാരം മാതിരി നമ്മുടെ ചെവിയിൽ വന്ന് പതിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതി. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് നമ്മുടെ അമ്പലത്തിലത്തെ അനുഭവങ്ങളാണ്, അനുഭൂതികളാണ്. ഇതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അമ്പലത്തില് ക്യൂ നിൽക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യുക, പുറത്തുനിന്ന് നടയനകത്ത് കയറുമ്പോൾ കണ്ടംപ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ നാലമ്പലത്തിലേക്ക് കയറുമ്പോഴേക്കും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലെത്തി മുമ്പിൽ പോയി നിന്ന് മെർജ് ചെയ്യുക. ആൻഡ് തിങ്ക് അബൌട്ട് ദിസ് മെർജർ ആൻഡ് ദെൻ എല്ലാ സെൻസ് വഴി അത് അനുഭവിക്കുക. ഓക്കെ, അതാണ് ദ എക്സ്പീരിയൻസ് ഓഫ് ഗോയിങ് ടു ദ ടെമ്പിൾ. This is basically why we have got all these kind of ritualizations and idols and all those things. ഇതൊക്കെ നമ്മളെ ഇതിനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. അത് നമ്മൾ മറന്ന് നമ്മളൊരു സൂപ്പർഫിഷ്യൽ ലെവലിൽ പോകുമ്പോൾ ആയി മാറുന്നു, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഇത് അറ്റ്ലീസ്റ്റ് വേദാന്ത പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വേണം ചിന്തിച്ച് കാണാനും അത് ജീവിക്കാനും നമ്മൾ ചെയ്യേണ്ടത്. അതാ ദിസ് ഈസ് ബേസിക്കലി വാട്ട് വി ഷുഡ് ബി attempting to do and to get united with the macrocosm.
അപ്പോ നമ്മുടെ സാധനാ ചതുഷ്ടയം, ഗുരു, ടീച്ചർ, റിഫ്ലക്ഷൻ, കണ്ടംപ്ലേഷൻ ആൻഡ് മെഡിറ്റേഷൻ, മൈക്രോകോസം ആൻഡ് ദ മാക്രോകോസം തമ്മിലുള്ള മെർജർ ആൻഡ് ദെയർഫോർ യുവർ ഐഡന്റിറ്റി വിത്ത് ഈശ്വര. അത് ആ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്കും കൂടി എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത പഠനത്തിന് എന്തെങ്കിലും മീനിങ് ഉണ്ട്. So we'll reach that state of and with that concluding ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഇന്ന് നവരാത്രി സമയമാണ്. അപ്പൊ നവരാത്രി സമയത്തില് ഈ പറയുന്ന മെഡിറ്റേഷൻ, കണ്ടംപ്ലേഷൻ, റിഫ്ലക്ഷൻ വഴി നമ്മൾ എത്തുന്ന ആ മാക്രോകോസവും മൈക്രോകോസവും തമ്മിലുള്ള യോജിപ്പ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പുകളിലൂടെ നേടുന്നതാണ് ഈ പറയുന്ന നവരാത്രി ഉത്സവം എന്ന് പറയുന്നത്. ആദ്യത്തെ 3 ദിവസങ്ങളില്, ഇപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമാണ്, 3 ദിവസങ്ങളില് നമ്മളുടെ ഉള്ളിലത്തെ ചീത്ത വികാരങ്ങളെയും ചീത്ത ചിന്തകളെയും ഇംപ്രഷൻസിനെയും വാസനകളെയും ഒക്കെ നശിപ്പിച്ച് കളയുന്നതായിട്ടുള്ള വാസന പർഗേഷൻ, ദ കില്ലിംഗ് ഓഫ് ദ വാസനാസ്, ബാഡ് വാസനാസ് വിതിൻ us. അതാണ് ദുർഗാദേവി റെപ്രസെന്റ്, ദുർഗാ പൂജ ആദ്യത്തെ 3 ദിവസം. ആ ദുർഗാ പൂജ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമ്പത്തിന്റെ വർധന, ദൈവീകമായിട്ടുള്ള സമ്പത്ത് വർധന എന്ന് പറയുന്ന ആ സമ്പത്താണ്, ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം. അതാണ് അടുത്ത 3 ദിവസങ്ങളിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. മനസ്സിന്റെ ഒരു ഉദ്ധരണമാണ് അവിടെ നടക്കുന്നത്. ആൻഡ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ 7ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്ന 8, 9, 10 ദിവസങ്ങളിൽ ഇത് രാത്രികളാണ്. അപ്പൊ 7, 8, 9 നൈറ്റുകൾ, 9 നൈറ്റുകളായിട്ട് എടുക്കാം. നമ്മളുടെ ആ പ്രോസസ്സാണ്. ഇത് ചെയ്തു കഴിയുമ്പോൾ വി വിൽ ബി ഇൻ എ സ്റ്റേറ്റ് റെഡി ഫോർ അധികാരി സ്റ്റുഡന്റ് ആയി മാറി നമുക്ക് ആ ജ്ഞാനം സമ്പാദിക്കാനായിട്ടുള്ള അക്വയറിംഗ് ദ നോളജ്, സരസ്വതി ദേവിയുടെ കടാക്ഷം നമ്മളിൽ പതിക്കാൻ ആയിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പൊ ദാറ്റ് ബൈ പ്രാക്ടീസിങ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് വിത്ത് ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് and by developing this Shraddha, faith in your productive capabilities and differentiating through knowledge of the Shreyas and prayers, ഇത് 3 ഈ പ്രോസസ്സിലൂടെ, which is represented as 9 nights നവരാത്രി, and to reach the 10th day, the ദസറയുടെ 10 ദിവസം, 10ാമത്തെ ദിവസത്തെ വിജയദശമിയിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ഈ ശക്തികളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് we will stop for the day and with the prayer. So happy Navaratri Dasara to everyone.